ഹലോ, അഭിനവാണ്. അപ്പോൾ നമ്മൾ പ്രവൃത്തിയും ഊർജ്ജവും എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് വരുന്നതിന് അവസാനം ഒരു 3 പെൻഡിങ്ങിൽ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ എൻഡ് ചെയ്തത്. ഇനി ആ ബാലൻസ് ഉള്ള 3 ചോദ്യങ്ങളായിരിക്കും ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ആൻസേഴ്സ് നോക്കുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ഒരു കാര്യം കൂടെ പറയട്ടെ. ക്ലാസ് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. റെഡി? സമയം പോകണ്ട, നമുക്ക് ബാക്കി നോക്കാം. അടുത്ത ചോദ്യം എങ്ങനെയാണ് വരുന്നത്? ഒരു അത്ലറ്റ് 6 കിലോഗ്രാം മാസുള്ള ഒരു ഷോട്ട് 12 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ എറിയുന്നു. ഈ അവസരത്തിൽ ഷോട്ടിൻ്റെ ഗതികോർജ്ജം എത്രയായിരിക്കും? ഒന്നുകൂടെ ചോദ്യം നോക്കാം. അത്ലറ്റ് 6 കിലോഗ്രാം മാസുള്ള ഒരു ഷോട്ട് എന്ന സംഗതി എന്ന് വെച്ചാൽ നമ്മളെ ഈ ഷോട്ട് പുട്ടിൽ എറിയാൻ ഉപയോഗിക്കുന്ന ഈ ഉണ്ടയില്ലേ, ഇരുമ്പിൻ്റെ പോലത്തെ ഒരു ഉണ്ട, അതിനെ നമ്മൾ ഷോട്ട് എന്ന് പറയാം. അതിൻ്റെ മാസ് തന്നിട്ടുണ്ട് 6 കിലോഗ്രാം. ഈ ഷോട്ടിന് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു കായിക താരം ഒരു അത്ലറ്റ് എടുത്ത് എറിയുന്നതിൻ്റെ പ്രവേഗം തന്നിട്ടുണ്ട് 12 മീറ്റർ/സെക്കൻഡ്. ഇനി നമ്മളുള്ള ചോദ്യം ഗതികോർജ്ജം കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്കറിയാം. അതിനു മുന്നേ ആദ്യം ചെയ്യേണ്ട പരിപാടി ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം വായിക്കുക. അതിനുശേഷം ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ എടുത്ത് എഴുതാം. മാസ് തന്നിട്ടുണ്ട്. മാസ് M = 6 കിലോഗ്രാം അല്ലെങ്കിൽ 6 കിലോഗ്രാം. പിന്നെയോ പ്രവേഗത്തിന് V വെച്ച് കാണിക്കും. V തന്നിട്ടുണ്ട് 12 മീറ്റർ/സെക്കൻഡ്. ഇനി ചോദ്യത്തിലേക്ക് പോവാം. കണ്ടുപിടിക്കേണ്ടത് ഗതികോർജ്ജമാണ്. ഗതികോർജ്ജം കണ്ടുപിടിക്കാൻ ഗതികോർജ്ജത്തെ EK എന്നുള്ള രീതിയിലാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ EK കണ്ടുപിടിക്കാനുള്ള സമവാക്യം 1/2 mv². റെഡി? ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മായ്ക്കുന്നുണ്ട്, അല്ലാണ്ട് സ്ഥലമില്ല. എമ്മും വിയും കയ്യിലുണ്ട്, അതുകൊണ്ട് വേറെ പ്രയാസമൊന്നുമില്ല. EK = 1/2 mv². അപ്പോൾ 1/2 ഗുണിക്കണം M എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാസാണ് 6 കിലോഗ്രാം. 6 ഗുണിക്കണം V എന്ന് പറഞ്ഞാൽ പ്രവേഗമാണ് 12. 12ൻ്റെ സ്ക്വയർ നിർബന്ധമായിട്ടും സ്ക്വയർ എടുക്കണം. സ്ക്വയർ എടുക്കാൻ മറന്നു പോകരുത്. സമവാക്യത്തിലുള്ള സ്ക്വയർ ഈ 12നും എടുത്ത് കൊടുത്തേക്കണം. മിക്കവാറും ആളുകളോട് വിട്ടുപോകാറുണ്ട്, അതിനെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കാം. സ്ക്വയർ എടുക്കണം. ചെയ്യാം. അപ്പോൾ 1/2 ഗുണിക്കണം, ഒന്നെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വെട്ടാം, അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. 1/2 ഗുണിക്കണം 6 ഗുണിക്കണം 12 സ്ക്വയറിനെ വേണമെങ്കിൽ നമുക്ക് 12 ഗുണിക്കണം 12 എന്നുള്ള രീതിയിൽ മാറ്റി എഴുതിയിട്ട് ഈ 2നെയും 12നെയും വെട്ടാം. 12നെയും 2നെയും വെട്ടിക്കഴിഞ്ഞാൽ 6 എന്ന് വരില്ലേ. 6 6 36. അപ്പോൾ 36 ഗുണിക്കണം 12 ചെയ്താലും മതി, അല്ലെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. അതായത് 1/2 മേലെയും താഴെയും പൊതുവായിട്ട് ആരാളുള്ളത് നോക്കാം. മേലെ ഒരു 6 കാണുന്നുണ്ട്, താഴെ ഒരു 2 ഉണ്ട്. അപ്പോൾ മേലെയും താഴെയും പൊതുവായിട്ട് 2 ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. 2ൽ ഒരു 2 2, 6ലാണെങ്കിൽ 3 2. അപ്പോൾ നമ്മുടെ സമവാക്യം ഇങ്ങനെ മാറും. സമം 1/1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. 1 ഗുണിക്കണം 3, അപ്പോൾ 3 തന്നെ. 3 ഗുണിക്കണം 12ൻ്റെ സ്ക്വയർ. 12ൻ്റെ വർഗ്ഗം 144. ഒന്ന് സൈഡിലേക്ക് മാറ്റി ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ 12ൻ്റെ സ്ക്വയറൊക്കെ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുന്നത് നല്ലത്. ഒരു 15ൻ്റെ വരെയുള്ള സ്ക്വയറുകൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ 144 ഗുണിക്കണം 3 എന്ന് വരും. 144നെ 3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 432 എന്ന് വരും. 432. കണ്ടുപിടിച്ചത് ഗതികോർജ്ജത്തിൻ്റെ യൂണിറ്റ് വേണം. ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ജൂളല്ലേ. അപ്പോൾ 432 ജൂൾ എന്ന് കിട്ടും ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് പ്രശ്നമില്ലാന്ന് വിചാരിക്കുന്നു. ചോദ്യം ഇങ്ങനെയാണ്. 0.5 കിലോഗ്രാം മാസുള്ള ഒരു ബോൾ തറനിരപ്പിൽ നിന്ന് നിശ്ചിത ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ബോളിലെ സ്ഥിതികോർജ്ജം 98 ജൂൾ ആണെങ്കിൽ ബോൾ എത്ര ഉയരത്തിലായിരിക്കും? അതിന് G തന്നിട്ടുണ്ട് 9.8 മീറ്റർ/സെക്കൻഡ് എന്ന്. അതിനൊരു B ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ബോൾ സ്വതന്ത്രമായി താഴേക്ക് പതിക്കുകയാണെങ്കിൽ തറയിൽ പതിക്കുന്നതിന് തൊട്ട് മുൻപ് അതിൻ്റെ ഗതികോർജ്ജം എത്രയായിരിക്കും? അങ്ങനെ 2 ചോദ്യങ്ങളാണ്. എന്തായാലും ചോദ്യം 2 പ്രാവശ്യം വായിക്കുക. ചോദ്യം തന്ന കാര്യം എടുത്തെഴുതാം. തന്ന കാര്യം എടുത്തെഴുതിയേക്കാം ആദ്യം തന്നെ. ബോളിൻ്റെ മാസ് തന്നിട്ടുണ്ട് 0.5 കിലോഗ്രാം. അപ്പോൾ മാസ് M = 0.5 കിലോഗ്രാം. കിലോഗ്രാം തന്നെയാണ് തന്നെ, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ബോൾ നിലവിലിപ്പോൾ ഒരു ഉയരത്തിലായിട്ട് ഇങ്ങനെ സ്ഥിതി ചെയ്യാം. തറനിരപ്പിൽ നിന്നും എത്രയോ ഉയരത്തിലായിട്ട് അതിങ്ങനെ സ്ഥിതി ചെയ്യാം. അങ്ങനെ സ്ഥിതി ചെയ്യുമ്പോൾ ഒരു ഹൈറ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മൂപ്പരിക്ക് ഉറപ്പായിട്ടും എന്തുണ്ടാവും? ഒരു സ്ഥിതികോർജ്ജം ഉണ്ടാവും. ആ സ്ഥിതികോർജ്ജം ഇവിടെ തന്നിട്ടുണ്ട് 98 ജൂളാണ്. സ്ഥിതികോർജ്ജത്തിനെ കാണിക്കുന്ന അക്ഷരം EP വെച്ചിട്ടല്ലേ സ്ഥിതികോർജ്ജത്തെ കാണിക്കുക. അപ്പോൾ EP = 98 ജൂളാണെന്ന് പറയാം, തന്നിട്ടുണ്ട്. അതുപോലെ ജിയുടെ വില തന്നിട്ടുണ്ട്. ചെറിയ ജി
ജി ഓർമ്മയുണ്ടല്ലോ, ഗുരുത്വാകർഷണ ത്വരണം. ജി സമം 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് നമുക്ക് തന്നിക്കില്ലെങ്കിലും നമുക്കറിയാം. ഇത്രയും കാര്യം തന്നിട്ടുണ്ട്. ഇനി ചോദ്യം, എത്ര ഉയരത്തിലായിരിക്കും ഈ ബോൾ ഉണ്ടാവുക? നിലവിൽ ഇവിടെ ഇപ്പോൾ പറഞ്ഞ കാര്യം, തറനിരപ്പിൽ നിന്ന് എത്രയോ ഉയരത്തിലായിട്ട് ഒരു ബോൾ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നുണ്ട്. എത്ര ഉയരാന്ന് അറിഞ്ഞൂടാ, അതിന് വേണമെങ്കിൽ നമുക്ക് എച്ച് എന്ന് വിളിക്കാം. പക്ഷേ ഇതിൻ്റെ മാസ് തന്നിട്ടുണ്ട്. ഈ ബോളിൻ്റെ മാസ് 0.5 കിലോഗ്രാം എന്ന് വെച്ചാൽ 1/2 കിലോ. അതുപോലെ ഇത്രയും ഹൈറ്റിൽ, ഈ എച്ച് ഹൈറ്റിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജം തന്നിട്ടുണ്ട് 98 ജൂളെന്ന്. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇനി കണ്ടുപിടിക്കേണ്ടത് എച്ചാ. ഇ പി കണ്ടുപിടിക്കാൻ നമുക്ക് ആകെ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജം കണ്ടുപിടിക്കാനുള്ള സമവാക്യം അറിഞ്ഞോളൂ. അതിൻ്റെ വില ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയുന്ന ആ ഒരു സമവാക്യം ഒന്ന് എഴുതി നോക്കാം. വെറുതെ സമവാക്യം ഇ പി അല്ലെങ്കിൽ സ്ഥിതികോർജം സമം എം ഗുണിക്കണം ജി ഗുണിക്കണം എച്ച്. അതിൽ എം ജിയും കയ്യിലുണ്ട്, എച്ച് കയ്യിലില്ല. പക്ഷേ ഇ പിയും കയ്യിലുണ്ട്. ഇ പി എത്രയാണ്? ഇ പി തന്നിട്ടുണ്ട് 98 ജൂൾ. 98 ജൂൾ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇ പിക്ക് നേരെ 98 കൊടുത്തേക്കാം. എം എന്ന് പറഞ്ഞാൽ മാസ് തന്നിട്ടുണ്ട് 0.5 കിലോഗ്രാം ഗുണിക്കണം. ജി എന്ന് പറഞ്ഞാൽ 9.8 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഗുണിക്കണം എച്ച് എത്രയാണെന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചേക്ക്. ഇനി 4 ആളുകളുള്ള ഒരു ഇക്വേഷനിൽ, ഒരു സമവാക്യത്തിൽ 3 എണ്ണത്തിനെ അറിയാം, ഒരാളെ മാത്രം അറിഞ്ഞൂടാ. അങ്ങനെയാണെങ്കിൽ സമത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ അറിഞ്ഞൂടാത്ത ആളെ നിൽപ്പിക്കാം. ബാക്കി എല്ലാവരും ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അതായത് ഈ 0.5 ഗുണിക്കണം 9.8 അതിനെ അങ്ങനെ തന്നെ എടുത്ത് ഇടത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇടത്തെ സൈഡിൽ നിലവിലിപ്പോൾ 98 ഉണ്ട്. 98 ഇവിടെ ഉണ്ട്. ഇനി ഈ 0.5നെയും 0.5 ഗുണിക്കണം 9.8 അങ്ങനെ തന്നെ എടുത്തിട്ട് ഗുണിക്കാനൊന്നും നിൽക്കണ്ട, നേരെ എടുത്ത് ഇപ്പുറം കൊണ്ടുവരി. ഗുണിക്കണം എന്നുള്ളത് ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ പറയാം. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? ഹരിക്കണം എന്ന് വരും. ഹരിക്കണം 0.5 ഗുണിക്കണം 9.8. ഇത് ഗുണിക്കുന്നറിയാലോ, താഴെയും സമം എച്ചും കൂടി ഉണ്ടാവും അല്ലേ? സമം എച്ചും കൂടെ ഉണ്ടാവും. ശരി, ഗുണിക്കുന്നറിയാം. പോയിൻ്റ് എത്ര ഉണ്ട് നോക്കാം. മേലെ പോയിൻ്റ് ഒന്നുമില്ല, താഴെ പോയിൻ്റ് ഉണ്ട്. മേലെയുള്ള പോയിൻ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, താഴെയുള്ള പോയിൻ്റ് ഒഴിവാക്കാൻ വേണ്ടി താഴെ എത്ര പോയിൻ്റ് ഉണ്ടെന്ന് നോക്കാം. താഴെ 2 പോയിൻ്റാണുള്ള. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. അങ്ങനെ 2 പോയിൻ്റ് മൊത്തം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് താഴെയുള്ള നമ്പറിനെ എന്തുകൊണ്ട് ഗുണിക്കുക? 2 പൂജ്യമുള്ള 100 കൊണ്ട് ഗുണിക്കുക. അതായത് 98 ഹരിക്കണം 0.5 ഗുണിക്കണം 9.8 എന്തുകൊണ്ട് ഗുണിക്കുന്നതെന്നറിയോ? 100 കൊണ്ട് ഗുണിക്കുന്നത് പോയിൻ്റ് ഒഴിവാക്കാൻ വേണ്ടി. താഴെ മാത്രം 100 കൊണ്ട് ഗുണിച്ച് വെച്ചാൽ സംഖ്യ മാറിപ്പോവും. അതുകൊണ്ട് എന്ത് ചെയ്യാം? മേലെയും 100 കൊണ്ട് തന്നെ ഗുണിച്ചേക്കാം. 100/100 കൊണ്ടാണ് സത്യത്തിൽ നമ്മൾ ഗുണിക്കുന്നത്. എന്ന് വെച്ചാൽ 100/100 എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ, ഏത് സംഖ്യേനെ 1 കൊണ്ട് ഗുണിച്ചാൽ വ്യത്യാസമൊന്നും വരില്ല. ആ ഒരു ധൈര്യത്തിൽ നമ്മൾ ചെയ്തു വന്നത്. ശരി, 98നെ 100 കൊണ്ട് ഗുണിക്കൂ. 98നെ 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 9, 8ഉം 2 പൂജ്യവും വരും. താഴെ നോക്കിക്കഴിഞ്ഞാൽ 0.5 ഗുണിക്കണം 98. ഇനിയിപ്പോൾ ഈ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ ആദ്യത്തെ ഈ 0 ഉള്ളത് കൊണ്ട് ഈ പോയിൻ്റ് അങ്ങ് ഒഴിവായി കിട്ടും. അപ്പോൾ 0.5 എന്ന് വരില്ല, വെറും 5 എന്നേ ഉണ്ടാവുള്ളൂ. 0.5 ഇനിയില്ല, ഇനി വെറും 5 ഗുണിക്കണം 9.8ഉം ഈ 0 തമ്മിൽ അങ്ങ് ക്യാൻസലായി പോയിക്കോളും. അപ്പോൾ 98 എന്ന് വരും. ഇവിടെ നിന്ന് വെട്ടാലോ? ഇവിടെ നിന്ന് സുഖമായിട്ട് വെട്ടാം. മേലെയും താഴെയും പൊതുവായിട്ട് ആരെയുണ്ടോ നോക്കാം. ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്നുണ്ട് മേലെയും താഴെയും ഒരു 98. 98 എത്ര? 98 1. മേലത്തെ 98 1. അടുത്ത 0 ഇല്ല, അടുത്ത 0 ഇല്ല. അപ്പോൾ 100/5 എന്ന് വരും. 100 ഹരിക്കണം 5. 100നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 20 അല്ലേ? അപ്പോൾ 20 എന്ന് ഉത്തരം വരും. 20 മീറ്റർ ആയിരിക്കും. കണ്ടുപിടിച്ചത് എച്ചാ കണ്ടുപിടിച്ചത്. അപ്പോൾ എച്ചിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള മീറ്റർ ആയിരിക്കും നമ്മുടെ യൂണിറ്റ് ആയിട്ട് വരിക. അപ്പോൾ 20 മീറ്ററാണ് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഒരു ചോദ്യവും കൂടെ അതിൻ്റെ കൂട്ടത്തിലുണ്ട്, നോക്കാം. ചോദ്യം എങ്ങനെയാണ്? ബാക്കി ബോൾ സ്വതന്ത്രമായി താഴേക്ക് പതിക്കുകയാണെങ്കിൽ
തറയിൽ പതിക്കുന്നതിന് തൊട്ട് മുൻപ് അതിൻ്റെ ഗതികോർജ്ജം എത്രയായിരിക്കും? തറയിൽ പതിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞത്. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോൾ വന്ന് നിലത്ത് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ബോൾ ചലിക്കുന്നില്ലല്ലോ. ചലിക്കുന്നില്ലേ പിന്നെ ഗതികോർജ്ജം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ നിലം തൊടുന്നതിൻ്റെ തൊട്ട് മുന്നേ എന്ന് പറയുന്നത്, നിലം തൊടുന്നതിൻ്റെ തൊട്ട് മുന്നേ, തൊട്ടില്ല എന്ന് പറയുന്ന കണ്ടീഷൻ. നോക്കാം, ഇവിടെ കണ്ടുപിടിക്കേണ്ട ഗതികോർജ്ജം. ഗതികോർജ്ജം കണ്ടുപിടിക്കാനുള്ള സമവാക്യം അതും നമുക്കറിയാം, അര mv². അതൊന്ന് എഴുതി കളയാം. അതിൻ്റെ മുന്നേ ഇതൊന്ന് മായ്ച്ച് കളയാം. ഗതികോർജ്ജം EK എന്ന് സൂചിപ്പിക്കും. EK സമം അര mv². രണ്ട് സമവാക്യവും പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ടെണ്ണമാണ്. നിർബന്ധമായിട്ടും നോക്കി വെക്കണം. അര mv². ഇവിടെ എം നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ വി കയ്യിലില്ല. വി കണ്ടുപിടിക്കേണ്ടി വരും. വി കൃത്യമായിട്ട് പറഞ്ഞാൽ വി അല്ല നമുക്ക് വേണ്ടത് v². v² കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ? പണ്ട് ഒരു രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ അകത്ത് കുറേ സമവാക്യങ്ങൾ, ചലന സമവാക്യങ്ങൾ എന്ന് പഠിച്ച് വന്നതിൽ 3 സമവാക്യങ്ങൾ പ്രത്യേകം ബോക്സിലിട്ട് വെച്ചിട്ടുണ്ടാവും, ചലന സമവാക്യങ്ങളാണെന്നും പറഞ്ഞിട്ട്. അതിൽ v² കണ്ടുപിടിക്കാനൊരു സമവാക്യം ഉണ്ടായിരുന്നു. v² സമം u² പ്ലസ് 2as എന്ന്. ഈ സമവാക്യം അറിയാലോ. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ v² കിട്ടും. ഈ v² കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്തിട്ട് നമ്മളെ കയ്യിലുള്ള സമവാക്യത്തിലേക്ക് കൊടുത്താൽ മതി. ചെയ്ത് നോക്കാം. നോക്കൂ, ഈ സന്ദർഭത്തിൽ u 0 കാരണം എന്താ സംഭവം, നിലത്തുനിന്ന് എത്രയോ ഹൈറ്റിലായിട്ട് ഒരു ബോളിങ്ങനെ നിൽക്കുക. ബോളിങ്ങനെ വെറുതെ നിൽക്കുകയാണെങ്കിൽ, വെറുതെ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ നിൽക്കുക തന്നെ, അത് ചലിക്കുന്നില്ല. അല്ലെങ്കിൽ അതിൻ്റെ ആദ്യമുള്ള പ്രവേഗം, നിലവിൽ അത് ചലിക്കുന്നില്ല, പിന്നെ അത് ചലിക്കാൻ വേണ്ടി തുടങ്ങുന്നുള്ളൂ. ആദ്യം ഇത് ചലിക്കുന്നില്ല. ആദ്യം ചലിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ആദ്യ പ്രവേഗം എത്രയാണെന്ന് പറയാം? 0 പറയാം. ആദ്യ പ്രവേഗം കണ്ടുപിടിക്കാൻ, ആദ്യ പ്രവേഗത്തെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് u. അപ്പോൾ ഈ സമവാക്യത്തിൽ u 0 പറയാം. u 0. പിന്നെ ഈ എ ഉണ്ടല്ലോ, എ എന്ന് പറഞ്ഞാൽ ത്വരണയല്ലേ? എ എന്ന് പറഞ്ഞാൽ ത്വരണ. ഈ വസ്തുവിനെ വളരെ ഉയരത്തുനിന്ന് താഴേക്ക് വിടുകയാണെങ്കിൽ ആ താഴേക്ക് വീഴുന്ന ഈ ബോള് സ്വതന്ത്രമായിട്ട് ഇങ്ങ് താഴേക്ക് വരും. അവിടെ ആകെ എഫക്റ്റ് ചെയ്യുന്നത് ഗുരുത്വാകർഷണ ബലം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ത്വരണം ഗുരുത്വാകർഷണ ത്വരണമായിരിക്കും. അതായത് ത്വരണത്തിന് വെറും ത്വരണം എന്ന് പറയണ്ട, ഇനി ഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയാം ഇവിടെ. പിന്നെ നിലത്തുനിന്ന് ഇത്രയും ഉയരത്തിലായിട്ടാണ് ഈ ബോളിലെന്നാണ് പറഞ്ഞത്. ഈ ബോൾ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ നേരെ താഴെ വരും. താഴെ നിലം തൊടുന്നതിൻ്റെ തൊട്ടില്ല എന്ന് പറഞ്ഞ കണ്ടീഷനിൽ എത്തുന്ന സമയത്ത് അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ. ശരി, ഈ സമയത്തുള്ള ഇതിനെ നമ്മൾ വിളിക്കുക h എന്നല്ലേ. നിലത്തുനിന്ന് എത്ര ഹൈറ്റിലാണോ അതിനെ നമ്മൾ h എന്ന് വിളിക്കും. ഈ h തന്നെയായിരിക്കും ഈ ബോളിനുണ്ടായ സ്ഥാനാന്തരവും. എന്താ കാര്യം? h തന്നെയാണ് സ്ഥാനാന്തരം. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖ അകലം അല്ലെങ്കിൽ നേർരേഖ ദൂരത്തിനെയാണ് സ്ഥാനാന്തരം എന്ന് വിളിച്ചത്. ഈ വസ്തുവിൻ്റെ ആദ്യസ്ഥാനം ഇവിടെ, അന്ത്യസ്ഥാനം ഇവിടെ. അപ്പോൾ ഇത് തമ്മിലുള്ള നേർരേഖാ ദൂരം എന്ന് പറഞ്ഞാൽ അത് ഹൈറ്റ് തന്നെയായിരിക്കും, h തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് h സമം s എന്ന് എഴുതാം. എന്നുവെച്ചാൽ s തന്നെയാണ് h, h തന്നെയാണ് s. ഏത് തന്നെയാണ് g തന്നെയാണ് a. u 0. ഇനി v² സമവാക്യത്തിലേക്ക് തിരിച്ചൊന്ന് വരികയാണെങ്കിൽ v² സമം u 0 ആയതുകൊണ്ട് u² 0, 0² പ്ലസ് 2 ഗുണിക്കണം g എന്ന് പറഞ്ഞാൽ ജീൻ്റെ എൻ്റെ വില, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ g ആണ്. ജീൻ്റെ വില നമുക്കറിയാം 9.8. അപ്പോൾ 9.8 ഗുണിക്കണം എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എസ് എന്ന് പറഞ്ഞാൽ അത് എച്ചിൻ്റെ വില ഇപ്പം കണ്ടുപിടിച്ചിട്ടുണ്ട് 20. ഇതങ്ങ് കൊടുത്ത് വെച്ചാൽ മതി, v² കിട്ടിക്കോളും. അപ്പോൾ v² സമം 2 ഗുണിക്കണം 9.8 ഗുണിക്കണം 20 ചെയ്ത് കഴിഞ്ഞാൽ 392 എന്ന് വരും. 392 എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നോ, ഈ 20നെ 10 ഗുണിക്കണം 2 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ 10 കൊണ്ട് 10 9.8 വരെ ഗുണിക്കുമ്പോൾ 98 പോകും. പിന്നെ 98നെ 2 കൊണ്ട് ഗുണിക്കുക, പിന്നെ 2 കൊണ്ട് ഗുണിക്കുക, എന്ന് വെച്ചാൽ 4 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കുക. അല്ലെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ 98നെ 2 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് പിന്നെ അതിനെ 20 കൊണ്ട് ഗുണിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ 392 എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടി v² എത്രയാണ്? v² 392. v² എന്നല്ല നമ്മളോടുള്ള ചോദ്യം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവനെയും EK എന്ന് പറഞ്ഞാൽ ഗതികോർജ്ജം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഗതികോർജ്ജം കണ്ടുപിടിക്കാൻ നമുക്ക് v² ആവശ്യം വരും. v² ഇപ്പോൾ കണ്ടുപിടിച്ച് ഇനി ബാക്കിയുള്ള എല്ലാ സാധനവും ഒഴിവാക്കി കളയാം. ഇതൊക്കെ പോട്ടെ. നമ്മുടെ ശരിയായ സമവാക്യത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത് EK സമം അര mv². ഇനി പ്രശ്നമില്ല, അരയ്ക്ക് അര തന്നെ, മാറ്റമൊന്നുമില്ല.
എം എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു 0.5 0.5 ഗുണിക്കണം വി സ്ക്വയർ ഇവിടെ തന്നിട്ടുണ്ട് 392. വി സ്ക്വയർ തന്നെയാണ് 392. അതിൻ്റെ റൂട്ട് എടുത്ത് പിന്നെ സ്ക്വയർ ആക്കാനും നിൽക്കണ്ട, 392ൻ്റെ സ്ക്വയർ എടുക്കാനും നിൽക്കണ്ട. വി സ്ക്വയർ തന്നെയാണ് നമുക്ക് നേരത്തെ കണക്ക് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ 392 എന്ത് വി സ്ക്വയർ. ശരി, ചെയ്ത് നോക്കാം. ഇത് ചെയ്യാൻ ചെറിയൊരു പരിപാടി ഉണ്ട്. ഒന്നെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ 1/2 ഗുണിക്കണം 0.5 ഗുണിക്കണം 392 ചെയ്യാം. അല്ലെങ്കിൽ മറ്റൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ 1/2 അങ്ങനെ തന്നെ വെക്കുക. ഈ 0.5 എന്ന് പറഞ്ഞാൽ അരാന്നല്ലേ അതിൻ്റെ അർത്ഥം. 0.5 എന്ന് പറഞ്ഞാൽ അരയല്ലേ. അപ്പോൾ 0.5 പകരം വേണമെങ്കിൽ 1/2 എന്ന് എഴുതാം. ഗുണിക്കണം 392. അര ഗുണിക്കണം അര എന്ന് പറഞ്ഞാൽ 1/4. അപ്പോൾ 1/4 ഗുണിക്കണം 392. ഹരിക്കുക. ഹരിച്ച് കഴിഞ്ഞാൽ വെട്ടെന്ന് പറഞ്ഞൂടെ, 3 അതുകൊണ്ട് 39 പരിഗണിക്കാം. 39 4 39 ആദ്യം 4 എത്ര 4 ഉണ്ടെന്ന് നോക്കാം. 4 1 4. 39 9 9 4 36 36 39ലേക്ക് 3. അപ്പോൾ ആ 3 ഇതിനോട് ചേർത്ത് വെച്ചാൽ 32 എന്ന് വരും. 32 എത്ര 4? യെസ് 8 4 32. അപ്പോൾ ഉത്തരം കിട്ടുക 98 എന്നാണ്. അതിന് യൂണിറ്റ് വേണം ജൂള്. 98 ജൂൾ. ഇനി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിലവിൽ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് EK ആണ് ഗതികോർജ്ജം. ഈ വസ്തു ഏറ്റവും താഴെ എത്തുമ്പോഴുള്ള ഗതികോർജ്ജം കണ്ടുപിടിച്ച് അത് 98 എന്ന് കിട്ടി. ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഈ ബോൾ ഏറ്റവും മേലെ നിൽക്കുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജ്ജം 98 ജൂളാണ്. ഏറ്റവും താഴെ നിൽക്കുമ്പോഴുള്ള ഗതികോർജ്ജം 98 ജൂള്, ഏറ്റവും മേലെ നിൽക്കുമ്പോഴുള്ള സ്ഥിതികോർജ്ജവും 98 ജൂള്. രണ്ടും സെയിം. നിങ്ങൾ ഊർജ്ജ സംരക്ഷണ നിയമം പഠിച്ചല്ലേ, അതിൻ്റെ എന്താ പറയുക, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഇത്. നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട് കേട്ടോ. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നത്, ഒരു വൈദ്യുത ഇസ്തിരിപ്പെട്ടി 20 സെക്കൻഡിൽ 15 കിലോ ജൂൾ പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ പവർ കണ്ടുപിടിക്കാം. അപ്പോൾ എന്തൊക്കെയോ തന്നിട്ടുണ്ട്, എന്തോ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കേണ്ടത് പവർ. ആ പവർ കണ്ടുപിടിക്കാനുള്ള സമവാക്യം അറിയാം. അതിന് മുന്നേ ചെയ്യേണ്ടത് തന്ന കാര്യം എടുത്ത് എഴുതാം. ഇസ്തിരിപ്പെട്ടിയാണ് ഇവിടെ ഉള്ളത്. ഈ ഇസ്തിരിപ്പെട്ടീൻ്റെ പരിപാടി എന്താ? മൂപ്പര് 20 സെക്കൻഡിൽ, അതായത് സമയം T സമം 20 സെക്കൻഡിൽ 15 കിലോ ജൂൾ പ്രവൃത്തി ചെയ്യും. 15 കിലോ ജൂൾ പ്രവൃത്തി ചെയ്യും. അപ്പോൾ പ്രവൃത്തി വർക്ക് എന്ന് പറയും, W കൊണ്ട് സൂചിപ്പിക്കും. പ്രവൃത്തി സമം 15 കിലോ ജൂള്. സമയം നോക്കുമ്പോൾ സെക്കൻഡിലുള്ള, പ്രവൃത്തി നോക്കുമ്പോൾ കിലോ ജൂളിലാണ്. കിലോ ജൂളല്ല നമ്മളെ ശരിയായ യൂണിറ്റ്, അല്ലെങ്കിൽ SI യൂണിറ്റ്. കിലോ ജൂള് ശരിയായ യൂണിറ്റ് തന്നെയാണ്, പക്ഷേ SI യൂണിറ്റ് അതല്ല. എന്ത് ചെയ്യണം? കണക്ക് ചെയ്യണമെങ്കിൽ SI യൂണിറ്റിലേക്ക് മാറ്റണം. അപ്പോൾ 15 കിലോ ജൂൾ എന്ന് പറഞ്ഞാൽ K കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1000 ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. 1000 ലൈക്കിന് നമ്മൾ 1000 ലൈക്ക് എന്ന് പറയില്ലല്ലോ, 1K ലൈക്ക് എന്നല്ലേ പറയാം. യെസ്, സെയിം അതുപോലെ 15 ഗുണിക്കണം 1000 എന്നുള്ള രീതിയിൽ. അപ്പോൾ 15ഉം 3 0 വരും. ഇത്രയും ഗ്രാമല്ല, ഇത്രയും ജൂൾ പ്രവൃത്തിയാണ് ഈ ഇസ്തിരിപ്പെട്ടി 20 സെക്കൻഡ് കൊണ്ട് ചെയ്തത്. കണ്ടുപിടിക്കേണ്ടത് പവറാണ്. പവറിനെ P വെച്ച് കാണിക്കും. P സമം W/T ആണ്. പ്രവൃത്തി ഹരിക്കണ സമയമാണ് പവർ കണ്ടുപിടിക്കാനുള്ള സമവാക്യം. ശരി, ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. പ്രവൃത്തി എത്രയാണ്? 15 1 2 3 0 15,000 ജൂളാണ് ചെയ്യുന്ന പ്രവൃത്തി. സമയം കിട്ടിയിട്ടുണ്ട് 20 സെക്കൻഡ്. ഹരിച്ചേക്കാം. മേലെയും താഴെയും 0 കാണുന്നുണ്ട്, വെട്ടിക്കളയാം. ഇനി മേലെയും താഴെയും എന്തുണ്ട്? പൊതുവായിട്ട് 2 ഉണ്ട്. 2ൽ എത്ര ഉണ്ട്? 1 2. 1 അതുകൊണ്ട് 15ൽ നോക്കുന്നത്. 15ൽ എത്ര ഉണ്ട്? 7 2 14. 7 2 14 കഴിച്ച് 15ലേക്ക് 1. ആ 1നെ ഇതിനോട് ചേർത്ത് വെച്ചാൽ 10. 10ൽ എത്ര 2 എന്ന് വെച്ചാൽ 5, പിന്നെ ഒരു 0 അല്ലേ. അപ്പോൾ 750 എന്ന് വരും. 750 എന്താ യൂണിറ്റ്? വാട്ട്. 750 വാട്ട്. പവറല്ലേ കണ്ടുപിടിച്ച, പവറിൻ്റെ യൂണിറ്റ് വാട്ട്. ആൻഡ് അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാപ്റ്ററുമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ചോദ്യങ്ങൾ. ഇനി LHS വിലയിരുത്താമിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. റെഡി? അതിന് ഇടയിൽ ഇതും കൂടെ ഒന്ന് പരിഗണിക്കുക. നേരത്തെ പാഠം തുടങ്ങുന്നതിൻ്റെ മുന്നേ പറഞ്ഞ കാര്യം കൂടെ, സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. റെഡി? അപ്പോൾ ഓക്കെ, താങ്ക് യു.